അധ്യായം 43. സൂറത്ത് സുഹറഫ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 89. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം വൽ കിതാബിൽ മുബീൻ. സ്പഷ്ടമായ ഈ വേദം തന്നെയാണ് സത്യം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിശ്ചയമായും ഇതിനെ നാം അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം. അത് ഒരു മൂലഗ്രന്ഥത്തിൽ നമ്മുടെ അടുക്കൽ ഉന്നത പദവിയിലിരിക്കുന്നതും തത്വങ്ങളാൽ നിറക്കപ്പെട്ടതും തന്നെയാകുന്നു. أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. എന്നിരിക്കെ നിങ്ങൾ അതിരുവിട്ടുപോയ ഒരു ജനതയായിരിക്കയാൽ നിങ്ങളിൽ നിന്ന് ഈ ഖുർആനെ നാം നീക്കിക്കളയുമോ? وكم أرسلنا من نبي في الأولين. പൂർവികരിൽ എത്ര നബിമാരെയാണ് നാം അയച്ചത്. وما يأتيهم من نبي إلا كانوا به يستهزئون. ഏതൊരു നബി അവരുടെ അടുക്കൽ ചെന്നാലും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതെ വിട്ടിട്ടില്ല. فأهلكنا أشد منهم بطشا ومضى مثل الأولين. തന്നിമിത്തം ഇവരെക്കാൾ കയ്യൂക്കിൽ ശക്തരായിരുന്നവരെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. പൂർവികരുടെ ശിക്ഷയുടെ ഉപമകൾ മുമ്പ് ഖുർആനിൽ കഴിഞ്ഞുപോയിരിക്കുന്നു. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ خَلَقَهُنَّ الْعَزِيزُ الْعَلِيمُ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ പ്രതാപവാനും സർവജ്ഞനുമായ അല്ലാഹുവാണ് അവ സൃഷ്ടിച്ചതെന്ന് അവർ പറയും. الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا لعلكم تهتدون. അതെ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തരികയും ഉദ്ദിഷ്ട സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ അതിൽ നിങ്ങൾക്ക് വഴികൾ ഒരുക്കി തരികയും ചെയ്തിരിക്കുന്നു. والذي نزل من السماء ماء بقدر فأنشرنا به بلدة ميتا كذلك تخرجون. അവൻ ആകാശത്തുനിന്നും ഒരു തോതനുസരിച്ച് വെള്ളം ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളവനാണവൻ. എന്നിട്ട് അതുമൂലം നാം നിർജീവ രാജ്യത്തെ ജീവിപ്പിച്ചു. അതുപോലെ നിങ്ങൾ ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതാകുന്നു. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون. എല്ലാ ഇണവസ്തുക്കളെയും സൃഷ്ടിച്ചവനുമാണവൻ. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള കപ്പലുകളെയും അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين. നിങ്ങൾക്ക് അവയുടെ പുറത്ത് ശരിക്ക് കയറിയിരിക്കുവാനും പിന്നെ അതിന്മേൽ കയറി ശരിയായാൽ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുവാനും നിങ്ങളിങ്ങനെ പറയുവാനും വേണ്ടി ഇതിനെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ മഹാപരിശുദ്ധൻ. ഞങ്ങൾ സ്വന്തമായി ഇതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവരായിരുന്നില്ല. وَإِنَّا إِلَى
ربنا لمنقلبون നിശ്ചയമായും ഞങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെല്ലുന്നവരാണ്. وجعلوا له من عباده جزءا إن الإنسان لكفور مبين അല്ലാഹുവിന് അവന്റെ അടിമകളിൽ നിന്ന് സന്താനങ്ങളെ അവർ സ്ഥാപിച്ചിരിക്കുന്നു. നിശ്ചയമായും മനുഷ്യൻ പ്രത്യക്ഷമായ നന്ദിയില്ലാത്തവൻ തന്നെ. أم اتخذ مما يخلق بنات وأصفاكم بالبنين അതല്ല, താൻ സൃഷ്ടിക്കുന്നതിൽ ചിലതിനെ അവൻ പെൺമക്കളാക്കി വെക്കുകയും ആൺമക്കളെ നിങ്ങൾക്ക് പ്രത്യേകമാക്കി തരികയും ചെയ്തിരിക്കയാണോ? وَإِذَا بُشِّرَ أَحَدُهُم بِمَا ضَرَبَ لِلرَّحْمَنِ مَثَلًا ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ താൻ കരുണാനിധിയായ അല്ലാഹുവിനെ തുല്യമാക്കിയതിനെ പെൺമക്കളെ പറ്റി അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ മഹാദുഃഖിതനായും കൊണ്ട് അവന്റെ മുഖം കറുത്തിരുണ്ടതായിത്തീരും. أَوَمَن يُنَشَّأُ فِي الْحِلْيَةِ وَهُوَ فِي الْخِصَامِ غَيْرُ مُبِينٍ ആഭരണാലങ്കാരങ്ങളിലായി വളർത്തപ്പെടുന്നവരെയാണോ നിങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളാക്കി വെക്കുന്നത്? അവരാകട്ടെ വാഗ്വാദത്തിൽ ന്യായം വ്യക്തമാക്കാൻ കഴിവില്ലാത്തവരുമാണ്. وَجَعَلُوا الْمَلَائِكَةَ الَّذِينَ هُمْ عِبَادُ الرَّحْمَنِ إِنَاثًا أَشَهِدُوا خَلْقَهُمْ سَتُكْتَبُ شَهَادَتُهُمْ وَيُسْأَلُونَ കരുണാനിധിയായ അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകളെ അവർ സ്ത്രീകളാണെന്ന് വിധി കൽപ്പിച്ചിരിക്കുന്നു. അവരുടെ സൃഷ്ടിപ്പിന് ഇവർ അവിടെ ഹാജരുണ്ടായിരുന്നു. അവരുടെ സാക്ഷ്യം എഴുതി വെക്കപ്പെടുകയും അവർ അതിനെപ്പറ്റി ചോദിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. وَقَالُوا لَوْ شَاءَ الرَّحْمَنُ مَا عَبَدْنَاهُمْ مَا لَهُم بِذَلِكَ مِنْ عِلْمٍ إِنْ هُمْ إِلَّا يَخْرُصُونَ കരുണാനിധിയായ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല എന്ന് അവർ പറയുന്നു. അത് സംബന്ധിച്ച് അവർക്ക് ഒരുവിധ അറിവുമില്ല. അവർ ഊഹിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്. أَمْ آتَيْنَاهُمْ كِتَابًا مِّن قَبْلِهِ فَهُمْ بِهِ مُسْتَمْسِكُونَ അതല്ല, ഇതിനു മുമ്പ് അവർക്ക് നാം വല്ല വേദഗ്രന്ഥവും കൊടുത്തിട്ട് അവരതിനെ മുറുകെ പിടിച്ചിരിക്കുന്നവരാണോ? بَلْ قَالُوا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِم مُهْتَدُونَ അതൊന്നുമല്ല, പക്ഷേ നിശ്ചയമായും ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഒരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടെത്തിച്ചു. ഞങ്ങൾ അവരുടെ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് നേർവഴി പ്രാപിക്കുന്നവരാകുന്നു എന്നാണ് അവർ പറയുന്നത്. وَكَذَلِكَ مَا أَرْسَلْنَا مِن قَبْلِكَ فِي قَرْيَةٍ مِّن نَّذِيرٍ إِلَّا قَالَ مُتْرَفُوهَا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِم مُقْتَدُونَ നബിയെ, അപ്രകാരം തന്നെ താങ്കൾക്ക് മുമ്പ് ഒരു രാജ്യത്തും ഒരു താക്കീതുകാരനെ പ്രവാചകനെ നാം അയച്ചിട്ട് അവിടുത്തെ സുഖലോലുപന്മാർ ഇങ്ങനെ പറയാതിരുന്നിട്ടില്ല. ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഒരു മാർഗത്തിൽ കണ്ടെത്തിച്ചു. അവരുടെ കാലടിപ്പാടുകളിലൂടെ ഞങ്ങൾ പിന്തുടരുന്നവരാണ് തീർച്ച.
قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون. അദ്ദേഹം താക്കീതുകാരൻ ചോദിച്ചു, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ നടന്നതായി കണ്ടെത്തിച്ചതിനേക്കാൾ മാർഗദർശകമായതിനെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നാലും നിങ്ങൾ അവരെ തന്നെ പിന്തുടരുകയാണോ? അവർ പറഞ്ഞു, നിങ്ങൾ ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നവർ തന്നെയാണ്. فانتقمنا منهم فانظر كيف كان عاقبة المكذبين. അങ്ങനെ നാം അവരോട് ശിക്ഷാ നടപടിയെടുത്തു. അപ്പോൾ നോക്കുക ആ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായത്. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ. നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഞാൻ തീർച്ചയായും ഒഴിവായവനാണ് എന്ന് ഇബ്രാഹിം നബി തന്റെ പിതാവിനോടും ജനതയോടും പറഞ്ഞ സന്ദർഭം ഓർക്കുക. إِلَّا الَّذِي فَطَرَنِي فَإِنَّهُ سَيَهْدِينِ. എന്നെ സൃഷ്ടിച്ചവനൊഴികെ, കാരണം അവൻ എന്നെ നേർമാർഗത്തിലാക്കുക തന്നെ ചെയ്യുന്നതാണ്. وَجَعَلَهَا كَلِمَةً بَاقِيَةً فِي عَقِبِهِ لَعَلَّهُمْ يَرْجِعُونَ. അദ്ദേഹം ആ വാക്യം തന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു വാക്യമാക്കി അവർ അതിലേക്ക് മടങ്ങുവാൻ വേണ്ടി. بَلْ مَتَّعْتُ هَؤُلَاءِ وَآبَاءَهُمْ حَتَّى جَاءَهُمُ الْحَقُّ وَرَسُولٌ مُبِينٌ. എങ്കിലും ഈ കൂട്ടർക്കും ഇവരുടെ പിതാക്കൾക്കും ഞാൻ ജീവിതസുഖം നൽകി. അങ്ങനെ അതിൽ അവർ വ്യാപൃതരായി. അവർക്ക് സത്യവും ഖുർആനും സ്പഷ്ടമാക്കുന്ന ഒരു റസൂലും വരുന്നതുവരെ. وَلَمَّا جَاءَهُمُ الْحَقُّ قَالُوا هَذَا سِحْرٌ وَإِنَّا بِهِ كَافِرُونَ. സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ ഇതൊരു ജാലമാണ്, നിശ്ചയമായും ഞങ്ങൾ ഇതിനെ നിഷേധിക്കുന്നു എന്നവർ പറയുകയാണ് ചെയ്തത്. وَقَالُوا لَوْلَا نُزِّلَ هَذَا الْقُرْآنُ عَلَى رَجُلٍ مِّنَ الْقَرْيَتَيْنِ عَظِيمٍ. അവർ ഇങ്ങനെ ചോദിക്കുകയുമുണ്ടായി, ഈ ഖുർആൻ ഈ രണ്ട് നാടുകളിൽ ഏതെങ്കിലുമുള്ള ഒരു പുരുഷന്റെ മേൽ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല? أَهُمْ يَقْسِمُونَ رَحْمَةَ رَبِّكَ نَحْنُ قَسَمْنَا بَيْنَهُمْ مَعِيشَتَهُمْ فِي الْحَيَاةِ الدُّنْيَا وَرَفَعْنَا بَعْضَهُمْ فَوْقَ بَعْضٍ دَرَجَاتٍ لِيَتَّخِذَ بَعْضُهُم بَعْضًا سُخْرِيًّا وَرَحْمَةُ رَبِّكَ خَيْرٌ مِّمَّا يَجْمَعُونَ. നബിയെ, അവരാണോ താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം ഭാഗിച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിത വിഭവങ്ങൾ അവർക്കിടയിൽ നാം തന്നെ ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരിൽ ചിലരെ മറ്റു ചിലർക്ക് മേൽ പല പടികൾ നാം ഉയർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. അവരിൽ ചിലർ മറ്റു ചിലരെ കീഴ്പ്പെടുത്തി വെക്കുവാൻ വേണ്ടി താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം അവർ ശേഖരിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാകുന്നു. وَلَوْلَا أَن يَكُونَ النَّاسُ أُمَّةً وَاحِدَةً لَجَعَلْنَا لِمَن يَكْفُرُ بِالرَّحْمَنِ لِبُيُوتِهِمْ سُقُفًا مِّن فِضَّةٍ وَمَعَارِجَ عَلَيْهَا يَظْهَرُونَ
وَلِبُيُوتِهِمْ أَبْوَابًا وَسُرُرًا عَلَيْهَا يَتَّكِئُونَ. മനുഷ്യരെല്ലാം ഒരേയൊരു സമുദായമായി തീരുമായിരുന്നില്ലെങ്കിൽ കരുണാനിധിയായ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽപ്പുരകളും അവർക്ക് മേൽപോട്ട് കയറുവാനുള്ള കോണികളും അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള വാതിലുകളും അവർക്ക് ചാരിയിരിക്കുവാനുള്ള കട്ടിലുകളും നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. وَزُخْرُفًا وَإِن كُلُّ ذَلِكَ لَمَّا مَتَاعُ الْحَيَاةِ الدُّنْيَا وَالْآخِرَةُ عِندَ رَبِّكَ لِلْمُتَّقِينَ. അപ്രകാരം സ്വർണാലങ്കാരവും വാസ്തവത്തിൽ അവയെല്ലാം തന്നെ ഐഹിക ജീവിതത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. പരലോകം താങ്കളുടെ രക്ഷിതാവിൽ ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്കാകുന്നു. وَمَن يَعْشُ عَن ذِكْرِ الرَّحْمَنِ نُقَيِّضْ لَهُ شَيْطَانًا فَهُوَ لَهُ قَرِينٌ. കരുണാനിധിയായ അള്ളാഹുവിന്റെ സ്മരണ വിട്ട് വല്ലവനും തിരിഞ്ഞുകളയുന്ന പക്ഷം അവന് ഒരു പിശാചിനെ നാം ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ആ പിശാച് അവന്റെ കൂട്ടുകാരനായിരിക്കുന്നതാണ്. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. നിശ്ചയമായും ആ പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും തങ്ങൾ നേർമാർഗം പ്രാപിച്ചവരാണെന്ന് അവർ ധരിക്കുകയും ചെയ്യും. حَتَّى إِذَا جَاءَنَا قَالَ يَا لَيْتَ بَيْنِي وَبَيْنَكَ بُعْدَ الْمَشْرِقَيْنِ فَبِئْسَ الْقَرِينُ. അങ്ങനെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ തന്റെ കൂട്ടാളിയോട് അവൻ പറയും, അയ്യോ, എന്റെയും നിന്റെയും ഇടയിൽ ഉദയാസ്തമയ സ്ഥാനങ്ങളുടെ ഇടയിലുള്ള അത്ര ദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ ആ കൂട്ടുകാരൻ വളരെ ചീത്ത. وَلَن يَنفَعَكُمُ الْيَوْمَ إِذ ظَّلَمْتُمْ أَنَّكُمْ فِي الْعَذَابِ مُشْتَرِكُونَ. അന്നേരം അല്ലാഹു പറയും, നിങ്ങളുടെ ആഗ്രഹം ഇന്ന് നിങ്ങളുടെ അക്രമം വ്യക്തമായ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതല്ല തന്നെ. കാരണം നിങ്ങൾ ഇരുകൂട്ടരും ശിക്ഷയിൽ പങ്കുകാരാണ്. أَفَأَنْتَ تُسْمِعُ الصُّمَّ أَوْ تَهْدِي الْعُمْيَ وَمَنْ كَانَ فِي ضَلَالٍ مُبِينٍ. എന്നാൽ നബിയെ, ബധിരന്മാരെ താങ്കൾ കേൾപ്പിക്കുമോ? അല്ലെങ്കിൽ അന്ധന്മാരെയും വ്യക്തമായ ദുർമാർഗത്തിലായവരെയും താങ്കൾ നേർമാർഗത്തിലാക്കുമോ? فَإِمَّا نَذْهَبَنَّ بِكَ فَإِنَّا مِنْهُمْ مُنْتَقِمُونَ. ഇനി ഇവിടെ നിന്ന് മരണമുഖേന താങ്കളെ നാം കൊണ്ടുപോയെങ്കിൽ അവരോട് നാം ശിക്ഷാ നടപടികൾ എടുക്കുക തന്നെ ചെയ്യുന്നതാണ്. أَوْ نُرِيَنَّكَ الَّذِي وَعَدْنَاهُمْ فَإِنَّا عَلَيْهِمْ مُقْتَدِرُونَ. അല്ലെങ്കിൽ അവരോട് നാം താക്കീത് ചെയ്ത ശിക്ഷ താങ്കൾക്ക് നാം കാണിച്ചു തരികയാണെങ്കിൽ അതിനും അവരുടെ മേൽ നാം കഴിവുള്ളവരാകുന്നു. فَاسْتَمْسِكْ بِالَّذِي أُوحِيَ إِلَيْكَ إِنَّكَ عَلَى صِرَاطٍ مُسْتَقِيمٍ. അതിനാൽ താങ്കൾക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളതിനെ, സന്ദേശത്തെ താങ്കൾ മുറുകെ പിടിക്കുക. തീർച്ചയായും താങ്കൾ നേർമാർഗത്തിൽ തന്നെയാകുന്നു. وَإِنَّهُ لَذِكْرٌ لَكَ وَلِقَوْمِكَ وَسَوْفَ تُسْأَلُونَ. ഇത് ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതയ്ക്കും ഒരു കീർത്തിയാണ്. തീർച്ച പിന്നീട് ഇതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. وَاسْأَلْ مَنْ أَرْسَلْنَا مِنْ قَبْلِكَ مِنْ رُسُلِنَا أَجْعَلْنَا مِنْ دُونِ الرَّحْمَنِ آلِهَةً يُعْبَدُونَ. താങ്കൾക്ക് മുമ്പ് നമ്മുടെ റസൂലുകളായി നാം അയച്ചിട്ടുള്ളവരോട് താങ്കൾ ചോദിച്ചു നോക്കുക,
കരുണാനിധിയായ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും നാം നിയമിച്ചിട്ടുണ്ടോ എന്ന്. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا إِلَى فِرْعَوْنَ وَمَلَئِهِ فَقَالَ إِنِّي رَسُولُ رَبِّ الْعَالَمِينَ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക് മൂസാ നബിയെ നാം അയക്കുക തന്നെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവിന്റെ റസൂലാകുന്നു. فَلَمَّا جَاءَهُم بِآيَاتِنَا إِذَا هُم مِّنْهَا يَضْحَكُونَ. അങ്ങനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവരതാ അതിനെപ്പറ്റി ചിരിക്കുന്നു. وَمَا نُرِيهِم مِّنْ آيَةٍ إِلَّا هِيَ أَكْبَرُ مِنْ أُخْتِهَا وَأَخَذْنَاهُم بِالْعَذَابِ لَعَلَّهُمْ يَرْجِعُونَ. അവർക്ക് നാം കാണിച്ചു കൊടുത്തിരുന്ന ഓരോ ദൃഷ്ടാന്തവും അതിന്റെ ഇണയേക്കാൾ വലിയതായിരുന്നു. അവർ മടങ്ങേണ്ടതിനു വേണ്ടി പലതരം ശിക്ഷകൾ മുഖേന നാം അവരെ പിടികൂടുകയും ചെയ്തു. وَقَالُوا يَا أَيُّهَا السَّاحِرُ ادْعُ لَنَا رَبَّكَ بِمَا عَهِدَ عِندَكَ إِنَّنَا لَمُهْتَدُونَ. അവർ പറഞ്ഞു, ഹേ മഹാപണ്ഡിത, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് അറിയിച്ചു തന്നതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായും ഞങ്ങൾ നേർവഴി പ്രാപിക്കാം, സത്യവിശ്വാസികളാകാം. فَلَمَّا كَشَفْنَا عَنْهُمُ الْعَذَابَ إِذَا هُمْ يَنكُثُونَ. അങ്ങനെ അവരിൽ നിന്നു നാം ശിക്ഷ അകറ്റിയപ്പോൾ അവരതാ കരാർ ലംഘനം ചെയ്യുന്നു. وَنَادَى فِرْعَوْنُ فِي قَوْمِهِ قَالَ يَا قَوْمِ أَلَيْسَ لِي مُلْكُ مِصْرَ وَهَٰذِهِ الْأَنْهَارُ تَجْرِي مِن تَحْتِي أَفَلَا تُبْصِرُونَ. ഫിർഔൻ തന്റെ ജനതയോട് വിളിച്ചു ചോദിച്ചു, എന്റെ ജനങ്ങളെ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? ഈ നദികൾ ഒഴുകുന്നത് എന്റെ താഴ്ഭാഗത്ത് കൂടിയല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ? أَمْ أَنَا خَيْرٌ مِّنْ هَٰذَا الَّذِي هُوَ مَهِينٌ وَلَا يَكَادُ يُبِينُ. അഥവാ അധമനും വ്യക്തമായി സംസാരിച്ചേക്കാത്തവനുമായ ഇവനേക്കാൾ ഉത്തമൻ ഞാനാകുന്നു. ഇതും നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? فَلَوْلَا أُلْقِيَ عَلَيْهِ أَسْوِرَةٌ مِّن ذَهَبٍ أَوْ جَاءَ مَعَهُ الْمَلَائِكَةُ مُقْتَرِنِينَ. എന്നാൽ ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ഇവന് സ്വർണത്തിന്റെ വളകളണിയിക്കപ്പെടാത്തതെന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇവനൊന്നിച്ച് കൂട്ടം ചേർന്ന് മലക്കുകൾ വരാത്തതെന്തുകൊണ്ട്? فَاسْتَخَفَّ قَوْمَهُ فَأَطَاعُوهُ إِنَّهُمْ كَانُوا قَوْمًا فَاسِقِينَ. അങ്ങനെ അവൻ തന്റെ ജനതയെ വിഡ്ഢികളാക്കി തീർത്തു. അതിനാൽ അവർ അവനെ അനുസരിച്ചു. അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയായിരുന്നു. فَلَمَّا آسَفُونَا انتَقَمْنَا مِنْهُمْ فَأَغْرَقْنَاهُمْ أَجْمَعِينَ. അങ്ങനെ അവർ നമ്മെ കോപിപ്പിച്ചപ്പോൾ അവരെ നാം ശിക്ഷിച്ചു. അവരെയെല്ലാം നാം വെള്ളത്തിൽ മുക്കിക്കൊന്നു. فَجَعَلْنَاهُمْ سَلَفًا وَمَثَلًا لِلْآخِرِينَ. അങ്ങനെ അവരെ നാം പിന്നീടുള്ളവർക്ക് ഒരു മുൻമാതൃകയും ഒരു ഉപമയുമാക്കി വെച്ചു. وَلَمَّا ضُرِبَ ابْنُ مَرْيَمَ مَثَلًا إِذَا قَوْمُكَ مِنْهُ يَصِدُّونَ. നബിയെ, മറിയമിന്റെ പുത്രന് ഒരു ഉപമയായി കാണിക്കപ്പെട്ടപ്പോൾ താങ്കളുടെ ജനതയതാ അതിനെക്കുറിച്ച് ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുന്നു. وَقَالُوا
أآلهتنا خير أم هو ما ضربوه لك إلا جدلا بل هم قوم خصمون. ഞങ്ങളുടെ ഇലാഹുകളോ ഉത്തമം, അതല്ല അദ്ദേഹമോ എന്നവർ ചോദിക്കുന്നു. ഒരു തർക്കമായിട്ട് മാത്രമാണ് താങ്കളുടെ നേരെ അവരതെടുത്തു കാട്ടുന്നത്. മാത്രമല്ല അവർ തർക്കശീലക്കാരായ ഒരു ജനതയാകുന്നു. إن هو إلا عبد أنعمنا عليه وجعلناه مثلا لبني إسرائيل. നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത ഒരു അടിമ മാത്രമാണ് അദ്ദേഹം. ഇസ്രായേൽ സന്തതികൾക്ക് അദ്ദേഹത്തെ നാം ഒരു അത്ഭുത ദൃഷ്ടാന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون. നാം ഉദ്ദേശിക്കുന്ന പക്ഷം ഭൂമിയിൽ നിങ്ങൾക്ക് പകരം നിൽക്കുന്ന മലക്കുകളെ തന്നെ നിങ്ങളിൽ നിന്ന് നാം സൃഷ്ടിച്ചേക്കുമായിരുന്നു. وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُسْتَقِيمٌ. നിശ്ചയമായും അദ്ദേഹം ഈസാ നബി അന്ത്യസമയത്തിനുള്ള ഒരു അറിവാകുന്നു. അതിനാൽ നിങ്ങൾ അതിനെപ്പറ്റി ഒട്ടും സംശയിക്കേണ്ട. നിങ്ങൾ എന്റെ മാർഗത്തെ പിന്തുടരുക. ഇതാണ് ചൊവ്വായ വഴി. وَلَا يَصُدَّنَّكُمُ الشَّيْطَانُ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ. ഈ വഴി വിട്ട് പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. وَلَمَّا جَاءَ عِيسَى بِالْبَيِّنَاتِ قَالَ قَدْ جِئْتُكُم بِالْحِكْمَةِ وَلِأُبَيِّنَ لَكُم بَعْضَ الَّذِي تَخْتَلِفُونَ فِيهِ فَاتَّقُوا اللَّهَ وَأَطِيعُونِ. വ്യക്തമായ ചില ലക്ഷ്യങ്ങളുമായി ഈസാ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിജ്ഞാനവും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ പരസ്പരം ഭിന്നിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുവാൻ വേണ്ടിയും, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുകും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. നിശ്ചയമായും അല്ലാഹു തന്നെയാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. ഇത് ചൊവ്വായ പാതയാണ്. فاختلف الأحزاب من بينهم فويل للذين ظلموا من عذاب يوم أليم. എന്നിട്ട് അവർക്കിടയിൽ പല കക്ഷികൾ ഭിന്നിച്ചു. അതിനാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് ഒരു ദിവസത്തെ വേദനാജനകമായ ശിക്ഷ മൂലം വമ്പിച്ച നാശം. هل ينظرون إلا الساعة أن تأتيهم بغتة وهم لا يشعرون. അവർ ഓർക്കാത്തവരായിരിക്കെ പെട്ടെന്ന് ആ അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതിനെയല്ലാതെ ഇനി വല്ലതും അവർ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. അന്ന് സ്നേഹിതന്മാർ പരസ്പരം ശത്രുക്കളായിരിക്കും, ഭയഭക്തന്മാർ ഒഴികെ. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. എന്റെ അടിമകളെ, ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ വ്യസനിക്കുകയുമില്ല. الذين آمنوا بآياتنا وكانوا مسلمين. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും മുസ്ലിങ്ങളായി തീരുകയും ചെയ്ത നമ്മുടെ അടിമകൾ. ادخلوا الجنة أنتم وأزواجكم تحبرون.
70. നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. يطاف عليهم بصحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. സ്വർണത്തിന്റെ ചില തളികകളും കോപ്പകളുമായി അവർക്കിടയിൽ ചുറ്റി നടക്കപ്പെടും. മനസ്സുകൾ ആശിക്കുന്നതും കണ്ണുകൾ രസിക്കുന്നതുമായതെല്ലാം അതിലുണ്ട്. നിങ്ങളതിൽ നിരന്തരവാസികളുമാണ്. وَتِلْكَ الْجَنَّةُ الَّتِي أُورِثْتُمُوهَا بِمَا كُنتُمْ تَعْمَلُونَ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് അനന്തരാവകാശമായി നൽകപ്പെട്ട സ്വർഗമാണത്. لَكُمْ فِيهَا فَاكِهَةٌ كَثِيرَةٌ مِنْهَا تَأْكُلُونَ. നിങ്ങൾക്കതിൽ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നതാണ്. ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. നിശ്ചയമായും കുറ്റവാളികൾ നരകശിക്ഷയിൽ നിരന്തരവാസികളാകുന്നു. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. ആ ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവരതിൽ ആശമുറിഞ്ഞവരായിരിക്കും. വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ. നാം അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ അവർ തന്നെയാണ് അക്രമികളായി തീർന്നത്. وَنَادَوْا يَا مَالِكُ لِيَقْضِ عَلَيْنَا رَبُّكَ قَالَ إِنَّكُمْ مَاكِثُونَ. അവർ വിളിച്ചു പറയും, മാലിക്കേ, താങ്കളുടെ റബ്ബ് ഞങ്ങളെ മരണപ്പെടുത്തട്ടെ. അദ്ദേഹം പറയും, നിശ്ചയമായും നിങ്ങൾ നരകത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. لقد جئناكم بالحق ولكن أكثركم للحق كارهون. നിശ്ചയമായും നിങ്ങൾക്ക് നാം സത്യം കൊണ്ടുവന്നു തന്നു, പക്ഷേ നിങ്ങളിൽ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്നവരാകുന്നു. أم أبرموا أمرا فإنا مبرمون. അതല്ല, അവർ ചില പരിപാടി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്നാൽ നാമും ചില പരിപാടികൾ ഉറപ്പിച്ചു വെക്കുന്നവരാകുന്നു. أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون. അഥവാ അവർ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതും അവർ പരസ്പരം സ്വകാര്യം പറയുന്നതും നാം കേൾക്കുന്നില്ലെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അതെ, നാം കേൾക്കുന്നുണ്ട്. നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ അതെഴുതുന്നുമുണ്ട്. قل إن كان للرحمن ولد فأنا أول العابدين. നബിയെ പറയുക, കരുണാനിധിയായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ടായിരുന്നെങ്കിൽ അതിനെ ആരാധിക്കുന്നവരിൽ ഞാൻ ഒന്നാമത്തവനായിരിക്കും. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശഭൂമികളുടെ ഉടമസ്ഥൻ, അർശിന്റെ ഉടമസ്ഥൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധൻ. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. ആകയാൽ അവരെ വിട്ടേക്കുക, അവർക്ക് താക്കീത് നൽകപ്പെടുന്ന ആ ദിവസത്തെ കണ്ടുമുട്ടുന്നതുവരെ അവർ ദുർമാർഗത്തിൽ പ്രവേശിച്ചും കളിച്ചും കൊണ്ടിരുന്നു കൊള്ളട്ടെ. وهو الذي في السماء إله وفي الأرض إله وهو الحكيم العليم. അവൻ ആകാശത്തിൽ ആരാധ്യനാണ്, ഭൂമിയിലും ആരാധ്യനാണ്. അവൻ തന്നെയാണ് അഗാധജ്ഞനും സർവജ്ഞനും.
وتبارك الذي له ملك السماوات والأرض وما بينهما وعنده علم الساعة وإليه ترجعون. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും ആധിപത്യമാർക്കുള്ളതാണോ അവൻ വളരെ മഹത്വമേറിയവനാകുന്നു. അവന്റെ പക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون. അവന് പുറമെ അവർ ആരാധിക്കുന്നവർ ശുപാർശയെ അധീനമാക്കുകയില്ല, അറിയുന്നവരായും കൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ചവർ അല്ലാതെ. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَهُمْ لَيَقُولُنَّ اللَّهُ فَأَنَّىٰ يُؤْفَكُونَ. അവരെ സൃഷ്ടിച്ചതാരാണെന്ന് താങ്കൾ ചോദിച്ചാൽ അല്ലാഹു എന്ന് അവർ പറയുക തന്നെ ചെയ്യും. പിന്നെ എങ്ങനെയാണവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? وَقِيلِهِ يَا رَبِّ إِنَّ هَٰؤُلَاءِ قَوْمٌ لَّا يُؤْمِنُونَ. എന്റെ രക്ഷിതാവേ, ഇക്കൂട്ടർ സത്യവിശ്വാസം സ്വീകരിക്കാത്ത ഒരു ജനതയാണ് തീർച്ച എന്ന അദ്ദേഹത്തിന്റെ നബിയുടെ വാക്കിനെപ്പറ്റിയും അല്ലാഹുവിൽ അറിവുണ്ട്. فاصفح عنهم وقل سلام فسوف يعلمون. അതുകൊണ്ട് നബിയെ, താങ്കൾ അവരെ വിട്ടു പിരിയുകയും സലാം എന്ന് അവരോട് പറയുകയും ചെയ്തുകൊള്ളുക. അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും.